നമസ്കാരം. 2018 സെപ്റ്റംബർ മാസം 28 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിധി പുറപ്പെടുവിച്ചപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ വിധി പ്രാവർത്തികം ആക്കുക എന്ന്. കാരണം ഒരു ക്ഷേത്ര കേസുമായി ബന്ധപ്പെട്ട് അത് സുപ്രീം കോടതി വരെ പോവുകയുണ്ടായി. ഞാൻ നീണ്ട 13 വർഷം പഠിച്ച ഒരു സബ്ജക്റ്റാണിത്. എനിക്കറിയാമായിരുന്നു യുവതികൾ അവിടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്ത്രിക്ക് നട അടച്ചിടാം, വേണ്ടി വന്നാൽ ശുദ്ധി കലശവും നടത്താമെന്ന്. എന്നാൽ എൻ്റെ ഭാര്യ കരുതിയത് എനിക്ക് ഭ്രാന്താണെന്നാണ്. അവൾ ചോദിച്ചു, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടതിയായ സുപ്രീം കോടതി യുവതികളെ പ്രവേശിപ്പിക്കാം എന്ന് പറയുമ്പോൾ തന്ത്രിക്ക് എങ്ങനെയാണ് നട അടച്ചിടാൻ കഴിയുക എന്ന്. അതേ സംശയവുമാണ് TG മോഹൻദാസ് ഉൾപ്പെടെയുള്ള മിക്കവാറും എല്ലാ പേർക്കും ഉള്ളത്. ശബരിമല വന്നപ്പോൾ സർക്കാർ പറഞ്ഞു തനിക്കധികാരമൊന്നുമില്ല, ഞങ്ങൾ സ്ത്രീകളെ കയറ്റും. തന്ത്രി എന്ത് പറഞ്ഞു? എനിക്കധികാരമുണ്ട്, അവർ കയറാൻ പാടില്ല, അവർ കയറിയാൽ ഞാൻ നടയടയ്ക്കും. തന്ത്രി ശ്രീധരൻപിള്ളയെ വിളിച്ചു ചോദിക്കുന്നു. സാധാരണ തന്ത്രി ഒരു തീരുമാനം എടുക്കുന്നത് ദൈവഹിതം നോക്കിയിട്ട് ആണ്. ശ്രീധരൻപിള്ള ഹിതം ആണ് ഈ കാര്യത്തിലെടുത്തത്. ദൈവത്തോട് ചോദിച്ചില്ല. അതിനെന്താ പറയുന്നത്? ദേവഹിതം നോക്കിയില്ല, പിള്ളഹിതം നോക്കി. അപ്പോൾ പിള്ള പറഞ്ഞു അടച്ചിട്ട് ഒരു കുഴപ്പമില്ല, കണ്ടംപ്റ്റ് വരില്ല എന്ന്. വാസ്തവത്തിൽ കണ്ടംപ്റ്റ് വരും കേട്ടോ. അമ്പലത്തിൽ കയറിക്കോളാൻ കോടതി പറഞ്ഞു. ഒരാൾ അമ്പലത്തിൽ കയറാൻ വരുന്നു, അപ്പോൾ വായജത്ത് നടയടച്ചിട്ട് കഴിഞ്ഞാൽ കോർട്ട് ലക്ഷ്യമല്ലേ, ക്ലീൻ കോർട്ട്. പിന്നെ ഈ ചീള് കേസിന് സുപ്രീം കോടതി കോർട്ട് ലക്ഷ്യമായിട്ട് ആരുടെയും പിന്നാലെ വരാനൊന്നും പോകില്ല. അതുകൊണ്ട് നത്തിങ് വിൽ ഹാപ്പൻ. എന്നാൽ BJPയുടെ മുതിർന്ന നേതാവും മുൻ ഗവർണറും ഒക്കെ ആയ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള പറയുന്നത് ഈ വിധി വന്നതിന് ശേഷം അതിനെ അംഗീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണനും തന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടു. അതിനുശേഷം അവർ അദ്ദേഹത്തിൽ നിന്നും ഒരു ഉറപ്പ് വാങ്ങി. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ യുവതികൾ പ്രവേശിക്കുകയാണെങ്കിൽ നട അടച്ചിടില്ല, അതുപോലെ തന്നെ ശുദ്ധി കലശവും നടത്തില്ല. അങ്ങനെ ഒരു ഉറപ്പ് തന്ത്രിയിൽ നിന്നും വാങ്ങിച്ചതിന് ശേഷം സർക്കാർ അന്യസംസ്ഥാനക്കാരിയായ കവിത എന്ന ഒരു യുവതിയെയും റഹ്ന ഫാത്തിമയെയും പോലീസിൻ്റെ യൂണിഫോമും ഹെൽമറ്റും ഒക്കെ ധരിപ്പിച്ച് പോലീസിൻ്റെ അകമ്പടിയോടുകൂടി ഈ ശബരിമലയിൽ കയറ്റാനുള്ള ശ്രമം നടത്തി. അങ്ങനെ അവർ നടപ്പന്തലിൽ എത്തിയപ്പോൾ ഏതോ ഒരു സമുദായ സംഘടനയുടെ നേതാവ്, മിക്കവാറും നമ്മുടെ പെരുന്ന പോപ്പായ സുഗു ആയിരിക്കാനാണ് വഴി, സുഗു ശ്രീധരൻപിള്ളയെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഈ യുവതികൾ മിക്കവാറും ഉടൻ തന്നെ 18-ാം പടി കയറും. അപ്പോൾ ഈ തന്ത്രി എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചിട്ട് ഒരു നിയമോപദേശം തന്ത്രിയെ വിളിച്ച് നൽകണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ശ്രീധരൻപിള്ള പറഞ്ഞു പോലും, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഒരു നിയമോപദേശവും നൽകില്ല, അഥവാ തന്ത്രി എന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ വേണ്ട നിയമോപദേശം താൻ നൽകാമെന്ന് പറഞ്ഞു. അതിനുശേഷം തന്ത്രി മറ്റാരുടെയോ ഫോണിൽ നിന്നും മറ്റാരെയോ വിളിക്കുന്നു. ആ മറ്റേ ആളിൻ്റെ ഫോൺ ഈ ശ്രീധരൻപിള്ള അറ്റൻഡ് ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹം തന്ത്രിയോട് പറഞ്ഞു പോലും, യുവതികൾ കയറുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നട അടച്ചിടാം, ഒന്നും തന്നെ സംഭവിക്കില്ല. അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം ജയിലിൽ പോകുന്നത് താനായിരിക്കുമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നു. തുടർന്ന് അദ്ദേഹം തള്ളുന്നത്, താൻ അങ്ങനെ ഒരു നിയമോപദേശം അന്ന് നൽകിയില്ലായിരുന്നു എങ്കിൽ സുപ്രീം കോടതി വിധി അന്ന് തന്നെ നടപ്പിലാക്കപ്പെടുമായിരുന്നു എന്നാണ്. അതെന്താ, അങ്ങനെ എന്തെങ്കിലും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള വിധി വല്ലതും സുപ്രീം കോടതി പറഞ്ഞു? കൂടാതെ അദ്ദേഹം പറയുന്നത്, താനും തന്ത്രിയും മറ്റാൾക്കാരുടെ ടെലിഫോൺ ഉപയോഗിച്ചത് ഈ സർക്കാരിന് അവർ തമ്മിൽ സംസാരിച്ചു എന്നുള്ളതിന് ഈ തെളിവ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെന്താ, അദ്ദേഹം നൽകിയ നിയമോപദേശം തെറ്റായ ഒന്ന് ആയിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹമാണ് നിയമോപദേശം നൽകിയത് എന്ന് അദ്ദേഹം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചത്? അപ്പോൾ ഈ നടയടയ്ക്കലുമായി ബന്ധപ്പെട്ട അതൊരു ഈ കോടതി അലക്ഷ്യം ആയിരുന്നോ എന്നുള്ള കാര്യം, അതിൻ്റെ യഥാർത്ഥ നിയമവശം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഏതെങ്കിലും ഒരു പൗരൻ ഈ ശബരിമല യുവതീ പ്രവേശന കേസ് പോലെ ആർട്ടിക്കിൾ 32 അടിയിൽ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് എങ്കിൽ അയാളുടെ സ്വാഭാവികമായ പരാതി അയാൾക്ക് ഭരണഘടന വാഗ്ദാനം നൽകുന്ന മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു, ഹനിക്കപ്പെട്ടു എന്നായിരിക്കും. ഒരു പൗരൻ്റെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അത്തരം കേസുകളിൽ സർക്കാർ ആയിരിക്കും എതിർകക്ഷി. കോടതികൾക്ക് സ്വകാര്യ വ്യക്തികൾക്കെതിരെ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല. കാരണം ഒരു സ്വകാര്യ വ്യക്തിയല്ല മറ്റൊരു വ്യക്തിയുടെ ഈ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത്. എന്നാൽ ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തി നിർവഹിക്കുന്നത് ഒരു പബ്ലിക് ഡ്യൂട്ടി ആണ് എങ്കിൽ അത്തരം വേളകളിൽ കോടതികൾക്ക് അയാൾക്കെതിരെ റിട്ട് പുറപ്പെടുവിക്കാം, നിർദ്ദേശങ്ങൾ നൽകാം.
അതിനെക്കുറിച്ചിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ച ഇന്ത്യൻ യങ് ലോസ് അസോസിയേഷൻ്റെ ആവശ്യം 1965 ദ കേരള ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ഓതറൈസേഷൻ ഓഫ് എൻട്രി ആക്ടിൻ്റെ ഈ റൂൾ 3B അതിനെ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണം എന്നായിരുന്നു. ഇനി നമുക്ക് എന്താണ് ആ ചട്ടം എന്നൊന്ന് പരിശോധിക്കാം. വിമൻ അറ്റ് സച്ച് എ ടൈം ഡ്യൂറിംഗ് വിച്ച് ദേ ആർ നോട്ട് അലൗഡ് ബൈ കസ്റ്റം ഓർ യൂസേജ് ടു എൻ്റർ എ പ്ലേസ് ഓഫ് പബ്ലിക് വർഷിപ്പ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉള്ള സ്ത്രീകളെ സംബന്ധിച്ച് മാത്രമാണെന്ന് അവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും ഏവർക്കും തന്നെ ഊഹിക്കാൻ കഴിയുന്നതാണ്. അവിടെ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക്, ഈ ഒരു വീഡിയോ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് എന്ന് പറയുന്നത് എൻ്റർ എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വർഷിപ്പ് എന്നുള്ള വാക്കല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എന്താണ് കോടതി വിധി എന്ന് നമുക്ക് പരിശോധിക്കാം. ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്രയും ജസ്റ്റിസ് ഖാൻ വിൽക്കറും പറഞ്ഞത് ഈ റൂൾ 3B ഭരണഘടനാ വിരുദ്ധം ആണ് എന്നാണ്. ജസ്റ്റിസ് നരിമാൻ പറഞ്ഞത് ഈ റൂൾ 3B ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25(1), 15(1) എന്നിവയ്ക്ക് വിരുദ്ധമായ ഒന്നാണ് എന്നായിരുന്നു. അതുതന്നെയാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡും പറഞ്ഞത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന്. നാം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ വിധി പറഞ്ഞ നിമിഷം തന്നെ ആ വിധി നടപ്പിലാക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ആ വിധി പറഞ്ഞ നിമിഷം തന്നെ റൂൾ 3B ഭരണഘടനാ വിരുദ്ധമായിട്ട് മാറിക്കഴിഞ്ഞു. അതിൽ പിന്നെ വിധി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തന്നെ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നില്ല. നിങ്ങൾ ഇന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഈ സർക്കാരിന് ഒരു റിട്ട് നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും വളരെ വൈരാഗ്യപരമായ ഒരു ബുദ്ധിയോടുകൂടി ഈ വിധി നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ അർദ്ധരാത്രി 2 നിരീശ്വരവാദികളായിട്ടുള്ള ആക്ടിവിസ്റ്റുകളെ ഈ സന്നിധാനത്ത് എത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മനോഭാവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുക എന്നുള്ളത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏക ലക്ഷ്യം. ഇനി നമുക്ക് യുവതീ പ്രവേശനത്തിനെ തുടർന്ന് തന്ത്രി നട അടച്ചതും ശുദ്ധികലശം നടത്തിയതും കോടതി അലക്ഷ്യമാണോ എന്ന് പരിശോധിക്കാം. ഈ റൂൾ 3B പോയതോടുകൂടി തന്നെ അതോടുകൂടി അഥവാ ഏതെങ്കിലും ഒരു യുവതി തനിക്ക് ശബരിമലയിൽ പ്രവേശിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്ത് ആർക്കും തന്നെ അവരെ തടയാൻ കഴിയുമായിരുന്നില്ല. കാരണം അത്തരത്തിലുള്ള നിയമപരമായ ഒരു അവസ്ഥയാണ് സംജാതമായത്. എന്നാൽ നാം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ റൂൾ 3Bയിൽ പറയുന്നത് പ്രവേശനം മാത്രമാണ്, വർഷിപ്പ് അല്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ സദയം ശ്രദ്ധിക്കുക. നിയമപരമായി തന്നെ തന്ത്രി ഇവിടെ ഒരു പബ്ലിക് സർവൻ്റ് അല്ല, അദ്ദേഹം ചെയ്യുന്നത് ഒരു പബ്ലിക് ഡ്യൂട്ടിയും അല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം നിയമപരമായിട്ട് എന്താണ് ചെയ്യുന്നത്? അയ്യപ്പൻ എന്ന് പറയുന്ന പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു വിഗ്രഹം, അതൊരു ജുറിസ്റ്റിക് പേഴ്സണാണ്. അതിൻ്റെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയാണ് ഈ തന്ത്രി അവിടെ ചെയ്യുന്നത്. അത് എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അന്തിമമായ അധികാരി എന്ന് പറയുന്നതും ഈ തന്ത്രിയാണ്. അതിന് നിയമപരിരക്ഷയും ഉണ്ട്. ശബരിമലയിൽ തന്ത്രിസ്ഥാനം ലഭിക്കുന്നത് പരമ്പരാഗതമായിട്ടാണ്, അല്ലാതെ സർക്കാരല്ല തന്ത്രിയെ നിയമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശബരിമല വിധിക്ക് ശേഷവും ശബരിമലയിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ച അവസാന വാക്കായി തന്ത്രി തുടർന്നു എന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർക്കുക. കൂടാതെ ഈ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് തന്ത്രിക്കെതിരെ എന്തെങ്കിലും റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയുമായിരുന്നില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ തന്ത്രിയുടെ അധികാരങ്ങളിലോ അവകാശങ്ങളിലോ കൈ കടത്തുകയും ഉണ്ടായില്ല. തന്ത്രിയോട് നിങ്ങൾ ഇന്ന കാര്യം ചെയ്യണമെന്നുള്ള ഒരു പ്രത്യേക നിർദ്ദേശവും നൽകിയിരുന്നില്ല. യഥാർത്ഥത്തിൽ ഈ ശബരിമല കേസിലെ പരാതിക്കാരായ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ ഈ തന്ത്രിയെ എതിർകക്ഷിയാക്കിയിരുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. തന്ത്രി ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ആ കേസിൽ പോയി കക്ഷി ചേരുകയാണ് ഉണ്ടായത്. അപ്പോൾ യുവതികൾ ശബരിമലയിൽ പ്രവേശിച്ചതിന് ശേഷം തന്ത്രി നട അടയ്ക്കുകയും ശുദ്ധികലശം നടത്തുകയും ചെയ്തു. അദ്ദേഹം തന്നിൽ നിക്ഷിപ്തമായ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ച അയ്യപ്പനോടുള്ള കർത്തവ്യം പാലിക്കുക മാത്രമാണ് ചെയ്തത്. അദ്ദേഹം അത് ചെയ്യുന്നതിലൂടെ സുപ്രീം കോടതിയുടെ ഏതെങ്കിലും വിധിയെ ലംഘിച്ചു എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? എങ്കിൽ ആ വിധിയുടെ ഏത് ഭാഗമാണ് തന്ത്രി ലംഘിച്ചത്?
അദ്ദേഹം ഒന്നും തന്നെ ലംഘിച്ചിട്ടില്ല. അദ്ദേഹം യുവതീ പ്രവേശനത്തെ തടഞ്ഞില്ല. അങ്ങനെ തടയുന്നത് ഈ തന്ത്രിയുടെ ജോലിയും അല്ല, അത് ദേവസ്വം ബോർഡിൻ്റെ ഡ്യൂട്ടി മാത്രം ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നടപടി ഒരു കോടതി അലക്ഷ്യമാണെന്ന് പറഞ്ഞുകൊണ്ട്, അഥവാ ആരെങ്കിലും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു എന്ന് കരുതുക. നമ്മുടെ തന്ത്രി ഞാൻ ഈ പറഞ്ഞ വാദമാണ് ഉയർത്തുന്നത് എങ്കിൽ സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്തുകൊണ്ടാണ് യുവതീ പ്രവേശന വിഷയം ഇത്തരത്തിൽ ഒരു കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നമായി മാറിയത്? 1991 കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് പരിപൂർണനും ജസ്റ്റിസ് മാരാരും ആയിരുന്നു. അവർ രണ്ടും പ്രഗത്ഭരും ആയിരുന്നു. അവർക്ക് അന്ന് ശാശ്വതമായ നിയമപരമായി നിലനിൽക്കുന്ന ഒരു വിധി പുറപ്പെടുവിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് 2006 ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നു. ആദ്യം 3 അംഗ ബെഞ്ചാണ് അതിൽ വാദം കേട്ടത്. അവർ അതിനെ ഒരു 5 അംഗ ബെഞ്ചിലേക്ക് റെഫർ ചെയ്തു. 5 അംഗ ബെഞ്ച് ദിവസങ്ങളോളം വാദം കേട്ടതിന് ശേഷം അവസാനം ഒരു വിധി പറഞ്ഞു. അതും ശാശ്വതമായില്ല. കാരണം റിവ്യൂ ഹർജി വാദം കേട്ടപ്പോൾ അതേ ബെഞ്ചിന് തന്നെ അവർ നേരത്തെ പറഞ്ഞ വിധിയിൽ സംശയം ഉണ്ടാകുന്നു. തുടർന്ന് അവർ 7 ചോദ്യങ്ങൾ ഈ 9 അംഗ ബെഞ്ചിനോട് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഭാവിയിൽ എന്തെങ്കിലും ഈ 9 അംഗ ബെഞ്ച് കുറച്ച് മറുപടി കൊടുക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ റിവ്യൂ ബെഞ്ച് വീണ്ടും റിവ്യൂ പരിഗണിക്കും. വിധി എന്തോ ആയിക്കോട്ടെ. എങ്കിലും ഞാൻ പറയുന്നു, ഈ 9 അംഗ ബെഞ്ച് കൊടുക്കുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിൽ പോലും എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു വിധി പറയാൻ അന്ന് റിവ്യൂ ബെഞ്ചിനും സാധിക്കില്ല. അപ്പോൾ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് എത്ര വിലപ്പെട്ട ജഡ്ജിമാരുടെ സമയമാണ് ഈ ഒരു കേസിന് വേണ്ടി നീക്കി വയ്ക്കപ്പെട്ടത് എന്ന് നാം മനസ്സിലാക്കണം. ഇതിനൊക്കെ കാരണം ഒന്നേ ഒന്ന് മാത്രമാണ്. അതായത് നിങ്ങൾക്ക് കണ്ണിന് ഒരു അസുഖമുണ്ടെങ്കിൽ നിങ്ങൾ സമീപിക്കുന്നത് ഒരു ഹൃദ്രോഗ വിദഗ്ധനെയാണ് എന്ന് കരുതുക. എങ്കിൽ എന്ത് സംഭവിക്കും? അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ ഡോക്ടർ മിടുക്കനായിരിക്കാം, പക്ഷേ അദ്ദേഹം നൽകുന്ന മരുന്ന് ഹൃദയത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, കണ്ണിന് വേണ്ടിയിട്ടുള്ളത് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ണിൻ്റെ അസുഖം ഒരിക്കലും ശമിക്കുകയും ഇല്ല. ഇവിടെയാണ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ വിധിയിലെ 16ാമത്തെ ഖണ്ഡിക വളരെ പ്രസക്തം ആകുന്നത്. അവർ പറയുന്നത് ഇറ്റ് ഈസ് എ മിക്സഡ് ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട് ആൻഡ് ലോ വിച്ച് ഔട്ട് ടു ബി ഡിസൈഡഡ് ബിഫോർ എ കോമ്പറ്റന്റ് കോർട്ട് ഓഫ് സിവിൽ ജുറിസ്ഡിക്ഷൻ എന്നാണ്. അതായത് ഈ വിഷയം ഒരു സിവിൽ കോടതി പരിശോധിക്കേണ്ട വിഷയമാണെന്നാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര പറഞ്ഞത്. ഇതാണ് ഈ യുവതീ പ്രവേശന അസുഖത്തിനുള്ള ഏക മരുന്ന്. ഈ വിഷയം പരിഗണിക്കേണ്ടതും പരിശോധിക്കേണ്ടതും വിധി പറയേണ്ടതും ഒരു സിവിൽ കോടതിയാണ്. സിവിൽ നിയമത്തിനടിയിൽ തെളിവെടുപ്പ് നടത്തി ഒരു വിധി പറയുക. അല്ലാതെ ഏതെങ്കിലും ഒരു ഭരണഘടനാ കോടതി ആർട്ടിക്കിൾ 226 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 32 അടിയിൽ ഈ വിഷയം പരിശോധിച്ചാൽ ഈ വിഷയത്തിന് ഒരു ശാശ്വത പരിഹാരം ഒരിക്കലും തന്നെ ഉണ്ടാകുന്നതല്ല. എന്നാൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഏകയായിരുന്നു. ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെയുള്ള മറ്റൊരു ജഡ്ജിക്കും അവർ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലായില്ല. അഥവാ മനസ്സിലായിരുന്നു എങ്കിൽ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ്റെ ഹർജി സുപ്രീം കോടതി ഫയലിൽ പോലും സ്വീകരിക്കുമായിരുന്നില്ല. അപ്പോൾ ഈ TG മോഹൻദാസ് പറയുന്നത് പോലെ ഈ തന്ത്രി അവിടെ നട അടച്ചതോ ശുദ്ധികലശം നടത്തിയതോ ഒന്നും തന്നെ നിയമപരമായിട്ട് കോടതി അലക്ഷ്യം ആയിരുന്നില്ല. അതുപോലെ തന്നെ ശ്രീധരൻ പിള്ള പറഞ്ഞതുപോലെ ഈ യുവതികളെ അവിടെ കയറ്റി നടപ്പിലാക്കേണ്ട ഒരു വിധിയും സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരുന്നില്ല. അതുകൊണ്ട് താൻ അന്ന് ഈ യുവതികൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നട അടയ്ക്കാൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഈ വിധി നടപ്പിലാക്കാൻ കഴിയാതെ പോയത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാദവും ശരിയല്ല, അടിസ്ഥാനരഹിതമാണ്. ഞാൻ നേരത്തെ ഈ ശബരിമലയെക്കുറിച്ചിട്ടുള്ള ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്തു വരികയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ അതുമായി ബന്ധപ്പെട്ട ഒന്ന് അല്ല. ഈ TG മോഹൻദാസിൻ്റെയും ശ്രീധരൻ പിള്ളയുടെയും അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഞാൻ കരുതിയതുപോലെ തന്നെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഒരു ഹിന്ദുക്കളും കാണുന്നില്ല എന്നതാണ് സത്യം. അതിൻ്റെ പേരിൽ ഞാൻ അവർക്കൊക്കെ തന്നെ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ശബരിമലയിൽ യുവതീ പ്രവേശനത്തെ എതിർത്ത ആൾക്കാർക്ക് പറ്റിയ അബദ്ധങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയായിരുന്നു ആ കേസ് നടത്തേണ്ടിയിരുന്നത്, അതുപോലെ തന്നെ സുപ്രീം കോടതിക്ക് ഈ വിഷയത്തിൽ എന്തൊക്കെ അബദ്ധങ്ങളാണ്, തെറ്റുകളാണ് പറ്റിയത്, അതിനെ സംബന്ധിക്കുന്ന മറ്റൊരു വീഡിയോയുമായി, എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിയില്ല, എന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും നാം തമ്മിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.